അധിക നികുതി കുറക്കുന്ന മണ്ടത്തരം കാണിക്കില്ല. അല്ല, മണ്ടത്തരങ്ങൾ ആരും കാണിക്കരുത്. കാരണം അത് കാണിക്കാൻ ഞങ്ങൾ ജനങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ബുദ്ധിക്ക് കളിച്ചിക്കണമെങ്കിൽ നിങ്ങൾ ആരും അധികാരത്തിൽ വരില്ലല്ലോ. നോക്കൂ, ഈ ഒരു വാർത്ത ഏഷ്യാനെറ്റ് ഇന്ന് കൊടുത്ത വാർത്തയാണ്. ഇത് 2021 വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ അധികാരം കിട്ടുമ്പോഴുള്ളൊരു മാറ്റമാണ്. പെട്ടെന്ന് നിറം മാറുക എന്നൊക്കെ പറയില്ലേ. അന്ന് അദ്ദേഹം പറഞ്ഞു, കേരളം ഇന്ധന നികുതി കുറക്കണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഭീകരത നടപ്പിലാക്കുന്നു. പ്രതിപക്ഷ നേതാവ് അതിന് ഉദാഹരണമായി അദ്ദേഹം പറയാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4 തവണ നികുതി കുറച്ചു. UDFൻ്റെ ഭരണകാലത്ത് 493 കോടി രൂപ ലഭിച്ചപ്പോൾ 5 വർഷം കൊണ്ട് LDF 5000 കോടി രൂപയിലധികമാണ് അധിക വരുമാനം ഉണ്ടാക്കിയത്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കും, കഴിഞ്ഞ കൊല്ലം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നീ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമൊന്നല്ല, നമ്മളെ വീടളന്നല്ലോ, ഇന്നെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ആളുകൾക്കറിയാം. ഈ വീട്ടു നികുതിയൊക്കെ വരുന്നുണ്ട്, അളന്നുകാണ്ട് കൂട്ടുകയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അളക്കണീൻ്റെ 8 മാസം മുമ്പാവും ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഓരോന്നും, അതായത് ഇറക്കി കെട്ടിയതും മറ്റതും ഒക്കെ മേലക്കെടുത്തതൊക്കെ കണക്ക് കൂട്ടിയിട്ട് മൊത്തത്തിൽ വലിയൊരു നികുതി വർധനവ് വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവരും നല്ലോണം ഒന്ന് തെറിയൊക്കെ വിളിച്ചൊന്ന് ആത്മസംതൃപ്തി നേടി. ഒരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് ടേപ്പ് പിടിച്ച് അളവ് തുടങ്ങി. എല്ലാവർക്കും അത് ഏകദേശം ധാരണ കിട്ടി. അന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്ധന വില വർധനവ് മാത്രമല്ല, നമ്മൾ വാഹന നികുതി കൂട്ടിയല്ലോ, ആ വിഷയമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എതിർക്കേണ്ട സംഗതിയെ അന്നും എടുത്തു പറഞ്ഞ് എതിർത്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഈ പ്രതിപക്ഷത്തിരുന്ന ഈ പറയുന്ന വി ഡി സതീശൻ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ട് അധികാരത്തിൽ വരുമ്പോൾ മൂപ്പര് പറയാണ്, ആ അധിക നികുതി കുറക്കുന്നൊരു മണ്ടത്തരം ഞങ്ങൾ കാണിക്കൂല. ആലോചിച്ച് നോക്കൂ, അതുപോലെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ പറഞ്ഞ പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, അതൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാണ് ഒറ്റയടിക്ക് മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇലക്ഷൻ സമയത്തും അതിൻ്റെ മുമ്പൊക്കെ ഭരണമില്ലാതിരിക്കുമ്പോൾ ശക്തമായ പ്രതിപക്ഷമായി നിന്ന് പലതിനെയും വിമർശിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്ത അത്തരക്കാർ അധികാരം കിട്ടുമ്പോൾ മാറുമ്പോൾ ഇത് ശരിക്കൊരു വഞ്ചനയല്ലേ എന്ന് ചോദിച്ചാൽ എന്താ ഇതിനൊക്കെ ഉത്തരം പറയാം? ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന കേസാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭക്ഷ്യ സാധനങ്ങളടക്കം, നിർമ്മാണ സാധനങ്ങളടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ വില കയറിയിട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ പ്രതികരിച്ചിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ ആ നികുതി കുറക്കുന്ന ഒരു പരിപാടി മണ്ടത്തരം ഞങ്ങൾ ചെയ്യൂല എന്ന് പറയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഇവരൊക്കെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്ത് നിലപാടാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് പോകണ്ടേ? അപ്പോൾ സാധാരണക്കാരായ നമ്മളടക്കം, ഇപ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ, ഈ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിൻ്റെ വീട് നിർമ്മിക്കുന്ന ആൾക്കാർ, അരി സാധനങ്ങൾ, പച്ചക്കറി, മറ്റുള്ളതൊക്കെ വില വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എത്രയാണ്? എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച വ്യക്തിയാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ഈ വർത്തമാനം പറയുന്നത് എന്ന് കാണുമ്പോൾ എന്താണ് മാറ്റലേ? അപ്പോൾ ഏത് മുന്നണി വന്നാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ആനുകൂല്യം നൽകുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇലക്ഷൻ്റെ മുമ്പ് പറഞ്ഞത് വേറൊന്ന്, ജയിച്ചു വന്നിട്ട് പറയുന്നത് മറ്റൊന്ന്. ഇതിലൊക്കെ പെട്ടുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങളും. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളെ രാഷ്ട്രീയമാണ് വലുത്, നീ പോടാ, എന്താ എന്നോട് പറയാ, നീ പോടാ, 50 ഉറുപ്പ്യക്ക് പെട്രോൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് BJP നേതാവ് സംസാരിച്ചപ്പോൾ അത് 100 മേലക്കും പോയൊരവസ്ഥയിൽ അവരിൽ ചില ആളുകൾ പറയുന്ന ഒരു ന്യായീകരണമുണ്ട്, പോലെ രാഷ്ട്രീയം മാത്രം നോക്കിയിട്ട് എന്നൊരവസ്ഥയിലേക്ക് ഈ പറയുന്ന കോൺഗ്രസ്സുകാരനും ലീഗുകാരനൊക്കെ ഇപ്പോൾ മാറുന്നത് കമൻറ്റ് ബോക്സിൽ തിരഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പോയി നോക്കി. എന്നാൽ ശരി, ഓക്കെ.